ഇനി മുതൽ എൻവലപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടേ രണ്ട് സാധനം മതി കേട്ടോ. ഒരു പേപ്പറും പിന്നെ ഒരു സ്കെച്ചും. ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് വൈറ്റ് പേപ്പറാണ്. നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കളർ പേപ്പർ എടുക്കാം കേട്ടോ. ഇതിൽ ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഒരു ഫ്ലവറാണ് വരയ്ക്കുന്നത്. ആ ഒരു ഫ്ലവർ ഡിസൈനാണ് മൊത്തം പേജിൽ വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രം നമ്മൾ വരച്ചാൽ മതി, ഓപ്പോസിറ്റ് സൈഡിൽ വരയ്ക്കണമെന്ന് ഇല്ല, കാരണം അത് ഉൾവശത്തേക്ക് പോകട്ടോ. ഇത് മൊത്തം വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മളിത് വരയ്ക്കാത്ത സൈഡ് ഉണ്ടല്ലോ, ആ ഒരു സൈഡാണ് ഞാൻ എടുക്കുന്നത്. ആ ഒരു സൈഡിലേക്ക് ഇതൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. മടക്കിയെടുക്കുമ്പോൾ ഇവിടെ ഒരു ലൈൻ ഫോം ചെയ്യുമല്ലോ, ആ ഒരു ലൈനിലേക്ക് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ആ രണ്ട് സൈഡും ഒന്ന് വെച്ച് കൊടുക്കാം. അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിനി മടക്കിയെടുക്കാത്ത സൈഡ് ഉണ്ടല്ലോ, ആ ഒരു സൈഡ് എടുത്തിട്ട് ഒരു എക്സ്ട്രാ കുറച്ച്, അതായത് ആ ലൈനിൽ നമ്മൾ കറക്റ്റായിട്ട് എടുക്കാൻ പാടില്ല, കുറച്ച് എക്സ്ട്രാ ഒന്ന് കൊടുക്കണേ, ഒന്ന് എക്സ്ട്രാ കൂടെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ ആ ഒരു പേപ്പറിൻ്റെ വലിപ്പം വേണ്ടതെന്ന് വെച്ചാൽ ആ സൈസിലൊന്ന് മടക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ആ രണ്ട് സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ സാധനം ഇവിടെ സെറ്റായി. അപ്പോൾ ഇതാണ് ഈ ഒരു എൻവലപ്പിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.